കാസർഗോഡ് ജില്ലയിൽ എക്സൈസ് ജീവനക്കാർ കുറവെന്ന് പരാതി. അതിർത്തി പട്രോളിംഗ് ഡ്യൂട്ടിക്കായി കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് നടപ്പിലാക്കിയതോടെ നിലവിലുള്ള ജീവനക്കാരെ മാറ്റി നിയമിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രതികളെ പിടിക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തതും കേസ് അന്വേഷണത്തിന് തടസ്സമാകുമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കാസർഗോഡ്. പ്രധാന കവാടം തലപ്പാടി മാത്രമല്ല, ജാൽസൂർ, പാണത്തൂർ, ആദൂർ, പെർല തുടങ്ങി കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്കെത്താൻ മറ്റു വഴികളുമുണ്ട്. ഇതിനു പുറമെ വനത്തിലൂടെയും അല്ലാതെയുമുള്ള ഊടുവഴികളുമുണ്ട്. ഇത്രത്തോളം സ്ഥലങ്ങളിൽ പട്രോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിക്കാൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രധാന പ്രശ്നം. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് എന്ന പേരിൽ പുതിയ പട്രോളിംഗ് സംവിധാനം കൂടി പ്രവർത്തനം ആരംഭിച്ചതോടെ നിലവിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ അതിലേക്ക് മാറ്റി നിയമിച്ചു. ഇതോടെ പ്രതിസന്ധി വർദ്ധിച്ചെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. തലപ്പാടിയിൽ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലും ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയായതോടുകൂടി അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങൾ തടയാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെയായി. ഇതിന് ബദൽ സംവിധാനമൊരുക്കാൻ നിലവിൽ തീരുമാനമായിട്ടുണ്ട്. പരിമിതികൾക്കിടയിലും ലഹരി വ്യാപനം തടയാൻ ശക്തമായ പരിശോധനയാണ് ജില്ലയിൽ നടക്കുന്നത്. ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് 105 അബ്കാരി കേസുകളും 35 NDPS കേസും പിടിച്ചിട്ടുണ്ട്. അതിൽ അബ്കാരി കേസുകളിൽ NDPS കേസുമായിട്ട് 9 വണ്ടികൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെക്ക് പോസ്റ്റ് വഴി അല്ലാതെ വരുന്ന വാഹനങ്ങൾ പരിശോധിക്കുന്നതിനായി 2 സ്പെഷ്യൽ വെഹിക്കിൾ ചെക്കിംഗ് ടീമിനെ 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. എക്സൈസ് വകുപ്പിന് പരിശോധന കർശനമാക്കാൻ ആധുനിക സംവിധാനങ്ങൾ കൂടി അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.